വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി വിസ് പവലിയൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ക്യൂൻസ്ലാൻഡ് ഓസ്ട്രേലിയയിൽ വെച്ച് 4ാം T20 മത്സരം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയ ടോസ് ജയിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയാണ് ഉണ്ടായത്. ഒരു സ്ലോ പിച്ചാണ് ക്യൂൻസ്ലാൻഡ് പിച്ച് എന്ന് പറഞ്ഞാൽ. ഫാസ്റ്റ് പിച്ചല്ല എന്ന് പറഞ്ഞാൽ റൺ സ്കോറിങ് കുറച്ചും വിഷമകരമായ ഒരു പിച്ചാണ്. അവിടെ ഒരു ആവറേജ് വിന്നിംഗ് സ്കോർ എന്ന് പറഞ്ഞാൽ 149 റൺസാണ് T20യിൽ. എനിവേസ്, ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഇന്ത്യ റീസണബിളി നന്നായിട്ട് ബാറ്റ് ചെയ്തു എന്ന് പറയാമെങ്കിലും ഒന്നുകൂടെ മെച്ചമാകാമായിരുന്നു. ഇന്നിങ്സിൻ്റെ ഫ്ലോ വളരെ സ്ലോ ആയിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടതാണ്. അത് ശുഭ്മാൻ ഗില്ല് ഒരു 46 റൺസിൻ്റെ ഒരു ഇന്നിങ് കളിച്ചു. ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് സ്ലോ. 118 സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു. അപ്പോൾ അത് പോരാ. T20 അപേക്ഷിച്ച് നമ്മുടെ ഒരു ഓപ്പണിംഗ് ബാറ്റർ അങ്ങനെയല്ല കളിക്കേണ്ടത്. അഭിഷേക് ശർമ്മ സ്വതസിദ്ധമായി കളിച്ച് അവൻ്റെ നാച്ചുറൽ ഗെയിം കളിച്ച് ഒരു 28 റൺസ് ഉണ്ടാക്കി. ശുഭ്മാൻ ഗിൽ 46. അദ്ദേഹം ലാസ്റ്റ് വരെ ഒരുപാട് നേരം ബാറ്റ് ചെയ്തു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഒരു 15 ഓവർ വരെ 14 ഓവർ വരെ ബാറ്റ് ചെയ്തു. ശുഭ്മാൻ ഗില്ല് 46 പറഞ്ഞല്ലോ. ശിവം ദുബെ 1 ഡൗൺ ആയിട്ട് വന്നു. ഒരു പരീക്ഷണമായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാറ്റിങ്ങിലെ നിര ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് സ്കൈയുടെ, അതായത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. അതോ ഇനി കോച്ച് ജിജി, അതായത് ഗൗതം ഗംഭീർ പറഞ്ഞതാണോ എന്നും അറിയില്ല. ശിവം ദുബെ നല്ല പ്രോമിസിംഗ് ആയിട്ട് വന്നെങ്കിലും ഒരു 22 റൺസ് എടുത്ത് ഔട്ടായി സൂര്യകുമാർ യാദവ്. അതായത് സ്കൈ വന്നിട്ട് 20 റൺസ് എടുത്തു. അക്സർ പട്ടേൽ ആ ഓൾറൗണ്ട് മികവ് കാണിച്ചുകൊണ്ട് ഒരു 21 റൺസ് ഇൻഫാക്റ്റ്. അങ്ങനെ ഇന്ത്യ പടുത്തുയർത്തിയത് 167 റൺസ്. 8 വിക്കറ്റിൻ്റെ നഷ്ടത്തിൽ 167, 167, ആൻഡ് ഗിവിങ് എ ടാർഗറ്റ് ഓഫ് 168 ഫോർ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയക്ക് വേണ്ടി ആസ് യൂഷ്വൽ നാഥൻ എല്ലിസ് ഒരു നല്ല ഡീവിയേഷനുള്ള നന്നായിട്ട് പന്തെറിയുന്ന ഒരു ബോളറായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം ഒരുപാട് കാലം ഈ ഫീൽഡിൽ കാണും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. 3 വിക്കറ്റ് എടുത്തു. 3 for 21. അതേമാതിരി അവരുടെ സ്പിന്നർ ആഡം സാംബ, അദ്ദേഹം എഗെയിൻ 3 വിക്കറ്റ്സ് എടുത്തിരിക്കുകയാണ്. നല്ല ഫോമിലാണ് അയാൾ. 3 for 45. അങ്ങനെ നമ്മൾ കൊടുത്ത ലക്ഷ്യം 168 ലക്ഷ്യം പിന്തുടർന്നപ്പോൾ ഓസ്ട്രേലിയക്ക് അടിപതറി എന്ന് തന്നെ പറയാം. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഉദ്ദേശവും. അവർക്ക് വേണ്ടി ഓപ്പണേഴ്സ് 2 പേരും നല്ല സ്റ്റാർട്ട് കൊടുത്തെന്ന് നമുക്ക് പറയാം. മിച്ചൽ മാർഷ് ക്യാപ്റ്റൻ 30 റൺസ്. മാത്യു ഷോട്ട് ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ 25 റൺസ്. അതിൽ കവിഞ്ഞ് ആർക്കും ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. മാർക്കസ് സ്റ്റോയിനസ് വന്നിട്ട് 17 റൺ എടുത്തു. അക്സർ പട്ടേലാണ് ഓപ്പണർ 2 പേരും പുറത്താക്കിയത്. അക്സർ പട്ടേൽ had a very good bowling average, 2 for 20. ശിവം ദുബൈയും 2 വിക്കറ്റ് എടുത്തു. 2 for 20 again. വാഷിങ്ടൺ സുന്ദർ, അദ്ദേഹത്തിന് 2 ഓവർ തന്നെ തേച്ചറിയാൻ പറ്റിയില്ല. ഒരു 8 ബോൾ മാത്രമേ എറിഞ്ഞുള്ളൂ. ആദ്യ ഓവറിലെ ഒരു 6 ബോൾ, പിന്നെ ഒരു 2 ബോൾ അടിച്ചു. അദ്ദേഹം 3 വിക്കറ്റാണ് എടുത്തത്. 3 for 3 റൺസ്. അദ്ദേഹത്തിൻ്റെ അൺപ്ലേയബിൾ ബോളിംഗ് ആയിരുന്നു. വെറും 3 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് വാഷിങ്ടൺ സുന്ദർ കരസ്ഥമാക്കി. ഓക്കെ, അദ്ദേഹത്തെ കുറേ ലേറ്റായിട്ടാണ് ബൗളിംഗ് നിരയിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ കാരണം എനിക്കറിയില്ല. എനിവേ, ബോളേഴ്സ് എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. സൂര്യകുമാറിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ ബോളിംഗ് ചേഞ്ചിലും കറക്റ്റ് സമയത്ത് ബാറ്റ്സ്മാൻ, അക്കോർഡിംഗ് ടു ദി ബാറ്റ്സ്മാൻ, ഫോം ഓഫ് ദി ബാറ്റ്സ്മാൻ, സ്റ്റൈൽ ഓഫ് ദി ബാറ്റ്സ്മാൻ, അദ്ദേഹം പുതിയ ബൗളേഴ്സിനെ മാറ്റിക്കൊണ്ടിരുന്നു.
ആ ബൗളേഴ്സ് എല്ലാ ചേഞ്ചിലും അവർ വിക്കറ്റ് എടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ടിം ഡേവിഡിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാര്യമായിട്ട് ഗ്ലെൻ മാക്സ്വെല്ലിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഒരു വളരെ പ്രൊഫഷണൽ രീതിയിൽ ഇന്ത്യ ഈ കളി ജയിച്ചിരിക്കുകയാണ്. ഇപ്പോഴുള്ള സ്കോർ നില എന്ന് പറഞ്ഞാൽ 2-1 ആണ്. 2-1 ഇൻ ഫേവർ ഓഫ് ഇന്ത്യ. ഇനി ഒരു മാച്ചാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അത് മാച്ച് തോറ്റാലും ജയിച്ചാലും ഇന്ത്യ സീരീസ് തോൽക്കാൻ പോകുന്നില്ല. അത് ഓസ്ട്രേലിയ അടുത്ത മാച്ച് ജയിക്കുകയാണെങ്കിൽ 2-2 ആയിട്ട് പരിണമിക്കും. അല്ല, ഇന്ത്യ തന്നെ ജയിക്കുകയാണെങ്കിൽ 3-1 എന്ന രീതിയിൽ നമ്മൾ പരമ്പര ജയിക്കുന്നതായിരിക്കും, T20 പരമ്പര. സോ ലെറ്റ് us hope for another win. ഡേ ആഫ്റ്ററാണ് കളി, 8-ാം തീയതി ശനിയാഴ്ച. ഡേ ആഫ്റ്ററല്ല, നാളെയാണ് കളി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മെൻസ് ടീം, അതായത് വിമൻസ് ടീം എല്ലാവരും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇന്ത്യ നിലകൊള്ളുന്നത്. ക്രിക്കറ്റ് പ്രേമികൾക്കെല്ലാം വളരെ ആവേശകരമായിരുന്നു. അതിനിടയ്ക്ക് വേൾഡ് ചാമ്പ്യൻസായ നമ്മുടെ വനിതാ ടീം പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ക്ഷണം കിട്ടി പോയിരുന്നു. കണ്ട് എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പലരും പല കാര്യങ്ങളും പറഞ്ഞു. കൗതുകകരമായിട്ടുള്ളൊരു ഇതായിരുന്നു. നിങ്ങളൊക്കെ അത് എൻ്റെ വീഡിയോ കണ്ടു കാണും എന്ന് നമുക്ക് കരുതുന്നു. സോ ഒരു എക്സലൻ്റ് പെർഫോമൻസിന് ശേഷം മോദി എല്ലാവരെയും അനുമോദിച്ചു. അത്യാവശ്യം ഒരു അരമണിക്കൂർ കൂടി 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നത്. എല്ലാ പ്ലെയേഴ്സും സമ്മതിച്ചു. കോച്ചുണ്ടായിരുന്നു, അമോൽ മജുംദറൊക്കെ പോയി എല്ലാം സംസാരിച്ചു. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ ചർച്ചകൾ നടത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.